ആലോചിക്കുമ്പോൾ വരുന്ന കാര്യം ഇപ്പം 1949 നമ്മുടെ ഭരണഘടനാ അസംബ്ലി നവംബറിലാണ് അവസാനിക്കുന്നത്. അപ്പം ഭരണഘടന തയ്യാറാക്കി കഴിഞ്ഞ് അതിന് തൊട്ട് മുമ്പ് ഗാന്ധിജി അംബേദ്കർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട് തൊട്ടുകൂടായ്മ, അയിത്തം, അങ്ങനെ മാറ്റി നിർത്തൽ, ഇതിനൊക്കെ ഇപ്പോൾ 2ാം സ്ഥാനം മതി. നമ്മുടെ ആദ്യത്തെ സ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുക എന്നുള്ളതാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ നാട് സ്വതന്ത്രമാണെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ ചോദിച്ചു ആരുടെ നാടെന്ന് ചോദിച്ചു. പകൽവെട്ടത്ത് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത മനുഷ്യരുടെ നാടോ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന് അടുത്തുകൂടി പോകാൻ സാധിക്കാത്ത മനുഷ്യരുടെ നാടോ, വഴിയിലെ പറമ്പിലൊക്കെ കുഴി കുഴിച്ച് അതിനെ ഇലവച്ച് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ നാടോ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി നടുങ്ങിപ്പോയി. കാരണം നമ്മുടെ ഭരണഘടന അവർക്കെല്ലാം തുല്യത കൊടുക്കുന്ന ഉദ്ദേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് വേണ്ടിയ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന 3 വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഈ ഭരണഘടന പാസ്സാക്കിയതിന് പിറ്റേ ദിവസം ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ പത്രമാണ് അതിനെതിരെ എഴുതി. പിന്നീട് എവിടെ തുടങ്ങുമെന്ന് ആലോചിച്ചു. അവരെഴുതാൻ കാരണം അവർ പറഞ്ഞു മനുസ്മൃതിയുടെ ആശയങ്ങളെ അട്ടിമറിക്കുന്ന ഒരു സാധനമാണ് ഈ ഭരണഘടന. അതുകൂടാതെ കാനഡയിലെ, US-ലെ, ബ്രിട്ടനിലെ, ഫ്രാൻസിലെ ഭരണഘടനയുടെ കോപ്പിയാണ്. അതിൽ നിന്ന് ഓരോരുത്തരും കോപ്പി അടിച്ചുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അന്നേ ഭരണഘടനയെ ഒരു എതിർത്ത്. ഇത് നമ്മുടെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഭാഗീയതയാണ്, വർഗീയതയാണ്. അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. അവിടെ തുടങ്ങി ആ വർഗീയത ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് മോചിതരായി. നമുക്കറിയാം ശ്രീനാരായണഗുരു, അയ്യങ്കാളി, സഹോദരനയ്യപ്പൻ, ഇങ്ങനെ ഒരു നില ഉണ്ട്. അവർ അതിനൊക്കെ വളരെ മുമ്പേ വൈകുന്ന സ്വാമികളുണ്ട്, നമ്മുടെ ആലത്തൂരിലുള്ള ബ്രഹ്മാനന്ദ ശിവയോഗി, ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നഫലമായിട്ട് നമ്മുടെ യാഥാസ്ഥിതിക സമൂഹം മാറി വന്നു. അതാണ് നമ്മൾ നവോത്ഥാനം വിളിക്കുന്നത്. സംഗതികൾ, അതായത് ജാതി വേർതിരിവ്, മതവേർതിരിവ്, ഇതെല്ലാം ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്നാണ്. ആ ചെറിയ വലിയ ക്ഷേത്രമൊന്നുമല്ല അരുവിക്കരയുള്ളത്, ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം ലക്ഷ്യമിട്ടാണ് നമ്മുടെ സ്വപ്നം. പക്ഷെ ഇപ്പം കാര്യങ്ങൾ തിരിഞ്ഞു വന്നത്, അതായത് നവോത്ഥാനത്തിൽ നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങൾ, സ്ത്രീ സമത്വം, അയിത്തമില്ലായ്മ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ, ജാതി ഭേദമില്ലായ്മ, ഇതൊക്കെ വീണ്ടും തിരിച്ചു വരിക. എന്നുവെച്ചാൽ സാംസ്കാരികമായി ഒരു തിരിച്ചുപോക്കിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പണ്ടേ പോയി തുടങ്ങി. കേരളം അങ്ങനെ അല്ലായിരുന്നു. നമുക്കറിയാം ഇപ്പോഴും കേരളം ഒരു പക്ഷേ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പം പല നിലവാരവും നമുക്കുണ്ട്. പല കാര്യത്തിലും ഒന്നാമതാണ് നമ്മൾ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് നമുക്ക് മാറാട് മറ്റും ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇന്ത്യയിൽ എത്രയോ സ്ഥലങ്ങളിൽ 1-2 വർഗീയ കലാപം ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ കേരളത്തിൽ അങ്ങനെയാണ്.